ജിയോ, എയർടെൽ, വി.ഐ എന്നീ പ്രമുഖ സ്വകാര്യ ടെലികോം കമ്പനികളെ ഭയപ്പെടുത്തി ബി.എസ്.എൻ.എൽ അവരുടെ കുതിപ്പ് നടത്തുകയാണ്. ദശലക്ഷക്കണക്കിന് പുതിയ ഉപയോക്താക്കളെയാണ് കമ്പനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിവേഗം രാജ്യത്തുടനീളം 4G നെറ്റ്വർക്ക് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ബി.എസ്.എൻ.എല്ലിന് ആവേശം പകരുന്ന ഒരു കാര്യം കൂടിയാണിത്. കഴിഞ്ഞ 6 മാസത്തിൽ 55 ലക്ഷം പുതിയ ഉപയോക്താക്കളെ കമ്പനിക്ക് ലഭിച്ചിരുന്നു. 2024 ജൂലൈയിൽ രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് ആ സമയത്ത് ബി.എസ്.എല്ലിന് നേട്ടമായിരുന്നു. ബി.എസ്.എൻ.എൽ അവരുടെ നിരക്ക് വർദ്ധിപ്പിക്കാത്തത് കാരണം ധാരാളം ഉപയോക്താക്കൾ സ്വകാര്യ ടെലികോം സേവനദാതാക്കളിൽ നിന്ന് ബി.എസ്.എൻ.എല്ലിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ ഈ ട്രെൻഡ് അധികകാലം നീണ്ടുനിന്നില്ല. നെറ്റ്വർക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, കോൾ ഡ്രോപ്പ്, കോൾ തടസ്സം, ഡാറ്റ വേഗത്തിൽ കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് വൈകാതെ ഉപയോക്താക്കളുടെ കൂടുമാറ്റം ബി.എസ്.എല്ലിന് നേരിടേണ്ടി വന്നതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് 2024 അവസാനത്തോടെ കമ്പനിയുടെ കസ്റ്റമർ ബേസ് താരതമ്യേന കുറഞ്ഞു. 2025 മാർച്ചിന് മുമ്പ് രാജ്യത്ത് 1 ലക്ഷം 4G ടവറുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പൂർണ്ണമായി തദ്ദേശീയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന 4G സൈറ്റുകൾ കാലതാമസം നേരിടുകയും ചെയ്തു. മാത്രമല്ല 2025 ജൂണിന് മുമ്പ് 1,40,000 4G ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി.എസ്.എൻ.എൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 80,000 ടവറുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 4G വിന്യാസം പൂർണ്ണമായാൽ ഉടൻ രാജ്യത്തെ പ്രധാന നഗരത്തിലടക്കം പരീക്ഷണാടിസ്ഥാനത്തിൽ 5G നടപ്പാക്കുകയും ചെയ്യും. 4G ടവറുകളിൽ ചെറിയ അപ്ഡേറ്റ് നടത്തിയാൽ അനായാസം 5Gയിലേക്ക് അപ്ഗ്രേഡിംഗ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിനിടെ മൊബൈൽ പ്ലാൻ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു. കൂടാതെ പുതിയതും താങ്ങാനാവുന്നതുമായ പ്ലാനുകൾ അവതരിപ്പിച്ച് ഉപയോക്താക്കളെ ആകർഷിക്കാനും നിലവിൽ കമ്പനി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രാജ്യസഭയിൽ സംസാരിക്കവേ ബി.എസ്.എൻ.എല്ലിന് കഴിഞ്ഞ 6 മാസത്തിൽ 5.5 മില്യൺ പുതിയ ഉപയോക്താക്കളെ ലഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിരുന്നു.